നമുക്ക് ഒറ്റ സിറ്റിംഗിൽ തന്നെ ഒരു സർജറിയിൽ തന്നെ നമുക്ക് മാറ് നീക്കം ചെയ്യുന്നതും മാറ് റീകൺസ്ട്രക്ട് ചെയ്യുന്നതും അപ്പുറത്തെ മാറ് റെഡ്യൂസ് ചെയ്യുന്നത് ഇതെല്ലാം നമുക്ക് ഒറ്റ സർജറി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മൾ റീകൺസ്ട്രക്ഷൻ പറയുമ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ് റീകൺസ്ട്രക്ഷനും ഡിലേഡ് റീകൺസ്ട്രക്ഷനും ഉണ്ട്. ഇമ്മീഡിയറ്റ് റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ക്യാൻസർ വന്ന് മാറ് നീക്കം ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഒരു പുതിയ മാറ് നമ്മൾ വയറിൽ നിന്ന് ദശയെടുത്ത് വെച്ച് ഉണ്ടാക്കുന്നു. അതാണ് ഇമ്മീഡിയറ്റ് റീകൺസ്ട്രക്ഷൻ. അപ്പൊ മാറില്ലാതെ ഒരു പീരീഡ് ആ പേഷ്യന്റിന്റെ ലൈഫിൽ ഇല്ല. അങ്ങനെ ചെയ്യാം. അതും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാറ് നീക്കം ചെയ്യുന്ന സർജറി ചെയ്തതിന് ശേഷം കീമോതെറാപ്പി, റേഡിയോതെറാപ്പി ഇതെല്ലാം ഫിനിഷ് ചെയ്ത് ഏകദേശം 1 വർഷം ആയതിനു ശേഷവും നമുക്ക് മാറ് റീകൺസ്ട്രക്ട് ചെയ്യുന്ന സർജറി ചെയ്യാവുന്നതാണ്. മാറ് റീകൺസ്ട്രക്ട് ചെയ്യുന്ന സർജറിയോടൊപ്പം തന്നെ അപ്പുറത്തെ വശത്ത് നമുക്ക് മാറ് റെഡ്യൂസ് ചെയ്യുന്ന സർജറിയും ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം ഒറ്റ സിറ്റിംഗിൽ ഒറ്റ അനസ്തേഷ്യയിൽ ചെയ്യാൻ സാധിക്കും. പിന്നെ അതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അതിനൊരു ടീം ഓഫ് ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഒറ്റയാള് നിന്ന് ചെയ്യുന്നതിനേക്കാളും ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ്, SUT നമുക്കൊരു ടീം ഓഫ് ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്കത് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും.